ഒരു സ്വർണ്ണവള ഒരു കാക്ക കുത്തിക്കൊണ്ട് 3 വർഷത്തിന് ശേഷം വേറൊരു കാക്ക ആ സ്വർണ്ണവള തിരിച്ചു കൊടുത്തു. ഇന്ന് രാവിലെ കണ്ട നല്ല അടിപൊളി വാർത്ത, നല്ലൊരു സന്ദേശമുണ്ട്, കേട്ടോളൂ. മലപ്പുറം ജില്ലയിലെ തൃക്കലങ്ങോട്ട് ഹരിത എന്ന് പറഞ്ഞ സഹോദരി 3 വർഷങ്ങൾക്ക് മുന്നേ തിരുമ്പുന്ന സമയത്ത് കുട്ടി ഇങ്ങനെ വികൃതി കളിച്ചപ്പോ കുട്ടിനെ നോക്കാൻ വേണ്ടി പോയതിന് ആ സമയത്ത് തിരുമ്പണ കല്ലിന്റെ മുകളിൽ അയച്ചു വെച്ചിരുന്ന വള കാക്ക അങ്ങോട്ട് കുത്തിക്കൊണ്ട് ഹരിത എന്ന് പറഞ്ഞ സഹോദരി കാക്കന്റെ പിന്നാലെ കല്ലൊക്കെ എടുത്തെറിഞ്ഞ് ഓടി. ഒരു രക്ഷയില്ല, കാക്ക അതുകൊണ്ട് ഒറ്റ പോക്ക് അങ്ങോട്ട് പോയി. ഒരാഴ്ചയോളം നിരന്തരം ആ നാട്ടിലൊക്കെ തെരഞ്ഞു നോക്കി. വള കാക്ക കൊണ്ടതല്ലേ, എവിടെയെന്ന് വെച്ചിട്ട് തെരയും. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം അത് പോയി അങ്ങോട്ട് കണക്കൂട്ടി. 3 വർഷങ്ങൾക്കപ്പുറം അൻവർക്ക തന്റെ വീട്ടിൽ മാങ്ങ പറിക്കാണ്. ആ മാങ്ങ പറിക്കുന്ന അവസരത്തിൽ മാവിന്റെ മുകളിൽ ഒരു കാക്കക്കൂട്. ആ കാക്കക്കൂട് കുറെ കാലപ്പഴക്കുണ്ടെന്ന് കണ്ടപ്പോ അൻവർക്ക എന്താക്കി, കൂട് തകർത്തിട്ട് ചില്ലും കൊമ്പൊക്കെ താഴ്ത്തിട്ട് അൻവർക്കാന്റെ കുട്ടി താഴത്തുനിന്ന് വിളിച്ചു പറഞ്ഞു, ഉപ്പ ഒരു വള കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാര്യം നിസാറാക്കിയില്ല. അൻവർക്ക എന്താക്കി, അതിനെക്കുറിച്ച് തന്റെ വീട്ടുകാരോട് പറഞ്ഞു. വീട്ടുകാർ പറഞ്ഞു, കണ്ടിട്ട് സ്വർണ്ണവള പോലെ ഉണ്ട്, ഒന്ന് നോക്കിക്കാളി പറഞ്ഞു. അങ്ങനെ അതിന്റെ ഒരു കഷ്ണം കട്ട് ചെയ്തിട്ട് സ്വർണ്ണക്കട കൊണ്ടുപോയപ്പോ ഒരു പറഞ്ഞു, ഇത് സ്വർണ്ണമാണ് കേട്ടോ. അൻവർക്കാക്ക് എന്ത് ചെയ്ത് ആ വള തന്റെ കയ്യിൽ സൂക്ഷിച്ച് എന്നിട്ട് ആട്ടിലെ തന്റെ സുഹൃത്തായ വിശ്വസ്തനായിട്ടുള്ള ബാബുരാജേട്ടനോട് കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് ബാബുരാജേട്ട കാര്യങ്ങൾ, അത് നമുക്ക് തിരിച്ചു കൊടുക്കണം. ബാബുരാജേട്ടൻ പറഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, വാനിശാനിന്റെ മുന്നിൽ പോസ്റ്റർ ചെയ്തിട്ട് ഇരിക്കാം. ആവശ്യക്കാർ വരുമ്പോൾ അതിങ്ങനെ ഓരോരുത്തർ പറഞ്ഞ ആവശ്യക്കാർ വന്നോളൂ പറഞ്ഞു. അങ്ങനെ പരസ്യം നാട്ടിലൊക്കെ ചർച്ചയായി. അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ ഇങ്ങനെ പറഞ്ഞു അവസാനം യഥാർത്ഥ ഉടമസ്ഥയായ ഹരിത എന്ന സഹോദരിന്റെ അടുത്തെത്തി വാർത്ത. ഹരിത എന്ന സഹോദരി തെളിവും കാര്യങ്ങളും അതിന്റെ ബില്ലും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടായിന്. അതൊക്കെ എടുത്ത് ബാബുരാജേട്ടനെ ഏൽപ്പിച്ച് ബാബുരാജേട്ടൻ പറഞ്ഞ് സത്യമാണ്, ഓക്കെയാണ്. അപ്പം ആ വള തിരിച്ചു കൊടുത്ത കാക്കണ്ടല്ലോ, ആ കാക്കാണ് നമ്മൾ അൻവറാക്ക. അൻവറാക്കനെ വിളിച്ച് അൻവറാക്ക വന്ന് സംഗതിയൊക്കെ സെറ്റാണ്. ആ തിരിച്ചു കൊടുക്കുന്ന രംഗാണത്. പക്ഷെ അൻവറാക്ക ഒരു തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അന്ന് സ്വർണത്തിന് ഇത്ര വിലയില്ല. ഇന്ന് ഹരിത എന്ന് പറഞ്ഞ സഹോദരിക്ക് ലോട്ടറി എന്നാണ്. കാരണം അതിന്റെ 3 ഇരട്ടി വിലപ്പൊന്നുണ്ട്. ഏതായാലും അൻവറാക്ക പറയണമെന്ന് കേട്ടു. നിങ്ങൾ നമ്മൾക്ക് കണ്ണിന്റെ മുതൽ ഉപയോഗിക്കരുത് എന്ന് പഠിപ്പിച്ച എന്റെ രക്ഷിതാക്കൾക്കും ഞാൻ ഈ അവസരത്തിൽ എന്റെ കടപ്പാട് രേഖപ്പെടുത്തുന്നു. കിട്ടണം. അവള് അരക്കണ നേരത്തെ നിർത്തിച്ച് പോയതായിരുന്നു. നമ്മള് വേട്ടക്കാരന്റെ മനസ്സും ആ കുട്ടീന്റെ മനസ്സും നല്ല മനസ്സാണ്, അതുകൊണ്ട് കിട്ടി. സന്തോഷമായി, എല്ലാവർക്കും സന്തോഷമായി. എല്ലാവർക്കും ഒരു ദുഃഖമായിരുന്നു, അത് പോയല്ലോ എന്ന് വിചാരിക്കുമ്പോ ഒരു ദുഃഖമായിരുന്നു. ഇപ്പൊ സന്തോഷമായി. എന്ത് മനുഷ്യന്മാരല്ല നോക്കി നിങ്ങൾ. അൻവറാക്ക പറഞ്ഞത് അന്യന്റെ മുതൽ നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യരുത്, അത് സ്വന്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്യരുത്. അതിന് അർഹതപ്പെട്ട ആളുകൾ അതും കാത്തിരിക്കുന്നുണ്ടാവും. ആ ഹരിത എന്ന് പറഞ്ഞ സഹോദരന്റെ അമ്മ പറഞ്ഞ കേട്ടി നിങ്ങൾ, നയിച്ചുണ്ടാക്കിയതാണ്. അത് തിരിച്ചു കിട്ടുന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നു. കാരണം അതിനാഥൻ കഷ്ടപ്പെട്ടിട്ട് വെറുതെ കിട്ടിയ പൈസ അല്ല, നഷ്ടപ്പെടേണ്ട പൈസ കൊണ്ട് ഉണ്ടാക്കിയതല്ല, കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് മേടിച്ച സ്വർണ്ണമാണ്. തിരിച്ചു കിട്ടുന്നുള്ളൊരു പ്രതീക്ഷ അമ്മക്കുണ്ടായിന്. ഏതായാലും അത് തിരിച്ചു കൊടുത്ത അൻവറാക്കക്ക് ബിഗ് സലൂട്ട്.